അതെ മാമ, ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കാണൽ നേരിട്ട് കണ്ടിട്ടില്ല. അത് ഞാനും കണ്ടിട്ടില്ല. മാമന്റെ ടെൻഷനും പരവേശവും ഒക്കെ കാണുമ്പോൾ മാമന്റെ കൂടെ പെണ്ണ് കാണാൻ ഞാനും വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മാമന്റെ അഭിപ്രായം എന്താ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ പോരെ. ഗുഡ് ബോയ്, വെരി ഗുഡ്. അല്ല, നീ ഒറ്റയ്ക്ക് വേണ്ട, എന്റെ മൂത്തോളെയും കൂടെ വിളിച്ചു. അല്ല, അവക്ക് വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യം ഇല്ല, പറഞ്ഞു, ഞാൻ ചോദിച്ചു. ആണോ? നമുക്ക് പൊളിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഒരു മയത്തിൽ വേണം പെണ്ണിനോട് സംസാരിക്കാൻ. അപ്പോ പെങ്കൊച്ചൊന്നുമല്ല, കോടീശ്വരിയാണ്, കോടീശ്വരി. ഇതെന്താ സൗണ്ടിലൊരു മാറ്റം? വിറക്കിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കൊള്ളാവാക്കരുത്. പെണ്ണിനോട് ഞാൻ ധൈര്യശാലി എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു പൊക്കി വെച്ചിരിക്കുന്നു. ആണല്ലോ. കട്ടക്ക് ഇതെന്താ ഗുണ്ട? അപ്പൊ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. ഒന്നുമില്ല, ആറ്റിറ്റ്യൂഡ് വിടല്ലേ മാമോ, ഒരു കുഴപ്പമില്ലെന്നേ. ആ പിന്നെ ഈ പെണ്ണിന് ഞാൻ പറഞ്ഞു കേരളത്തിൽ 2 ജ്വല്ലറി ഉണ്ടെന്ന്. ഇപ്പൊ ദുബൈയിൽ കെട്ടപ്പം തുടങ്ങാൻ പോവുകയാണ്. ഈ പേര് തന്നെ? ഈ കനകമ്മയല്ല, അത് ജഗദമ്മ. പെണ്ണിന്റെ അച്ഛൻ 2 ഭാര്യമാരാണല്ലോ. അതും തറവാടിയാണ്, കാശുള്ളവരാണ്, അല്ല വലിയ പണക്കാരാണ്. പെണ്ണിന്റെ വണ്ടിയാണ് വന്നേന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ കട്ടക്ക് ബൈക്കിലാ പറഞ്ഞ? ബൈക്കിലാ? അപ്പൊ ഡ്രൈവർ കാണൂ? കാറില്. വലിയ കോടീശ്വരിയല്ലേ. ഓ, കാർ. അപ്പൊ ഇവിടെ ഒന്ന് ഡീൽ ചെയ്തോളാം, നമ്മൾ കുറച്ചങ്ങോട്ട് മാറിയിരിക്കും. എന്ത് പറയുന്നു? അതാ നല്ലത്. അളിയാ, അളിയ നിന്ന് സംസാരിക്കും. അല്ല, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം. പിന്നെ എന്റെ പൊന്നാണ് അണ്ണല്ലേ പെണ്ണ് കെട്ടാൻ പോണത്. അല്ല, അതാണ്. നാണം കെടുത്തില്ല, പുലിനട കുടുംബം അറിയാലോ. എനിക്ക് പിന്നെ ഈ ആദ്യമായിട്ട് തന്നെ എല്ലാരും പെണ്ണ് കാണുന്നത്. ശ്വാസം വലിച്ചിട്. അപ്പൊ എല്ലാം പറഞ്ഞോലെ, ഓൾ ദി ബെസ്റ്റ്. വാ, നമുക്ക് വലിയ നമ്മളുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. വേണ്ട, ഇങ്ങനെ മതി. പൊളി, സൂപ്പർ. വാ, എല്ലാരും വാ. മക്കളെ, ഇറങ്ങണ കണ്ട എങ്ങനെയുണ്ട്? അയ്യോ, പൊളിച്ച്. പൊളിഞ്ഞു. നിങ്ങളെ ശാലീന സുന്ദരി എന്നല്ലേ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല. ആ ചുമന്ന ഷർട്ട് ഇട്ട് അവിടെ നിൽക്കുന്ന ജല്ലിക്കെട്ട് കാളയാണത്, നിനക്ക് അറിഞ്ഞൂടാ? ഐ ആം എക്സ്ട്രീംലി സോറി. എന്റെ ഒരു ബോയ് ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതാണ് ഞാൻ കുറച്ച് വൈകി പോയത്. സോറി. ഉള്ളത് പറയാമല്ലോ മണിക്കുട്ട, എനിക്ക് ഈ കൺവെൻഷൻ രീതിയിലൊന്നും ഒട്ടും താല്പര്യമില്ല. ശകുന്തളക്കാട്ടിലൊരു 10 വയസ്സ് മൂത്തതാ ഞാന്. അതുകൊണ്ട് മണിക്കുട്ടാന്നൊക്കെ ഉള്ളൊരു വിളി അത്ര ശരിയാന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതല്ലേ, ഇങ്ങനെയൊക്കെ ആയ എങ്ങനെയാ? മണിക്കുട്ട, എനിക്ക് ഈ നാണിച്ച് ഈ ചായയൊക്കെ കൊണ്ടുവന്ന് ഈ ഇങ്ങനെ കാലൊക്കെ വരച്ച് ഉള്ള ആ ഒരു നാണിച്ചുള്ള ഒരു ക്യാരക്ടർ എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലേസിൽ ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്തതാ. ഓക്കെ. സിഗരറ്റ് ഉണ്ടോ?
ഞാൻ വലിക്കത്തില്ല. ശ്ശോ, കുട്ടി വലിക്കൂ. ഞാന് മണിക്കുട്ടന്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാനേ എടുക്കാതെ വന്ന്. ശ്ശോ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? രാമ ഏ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നെ ഇനി വിളിക്കണ്ട. മോളെ എനിക്ക് അറിഞ്ഞൂടെ. ശകുന്തള കുടിക്കൂ. അങ്ങനെ ചോദിച്ചാൽ ബിയർ, പക്ഷെ മോർ ദാൻ ഹോട്ട്. ഒന്നുമില്ല. ഞാനിനി ശരിക്കും കാര്യത്തിലോട്ട് വരാം. എനിക്ക് ഈ ഒളിവും മറവും ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. സോ ഓപ്പൺ, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് കണ്ടു കാണും മണിക്കുട്ടൻ? ഇല്ല, എനിക്ക് കണ്ടില്ലേ? ഇല്ല. ശകുന്തല എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് എനിക്ക് ഈ ഫേസ്ബുക്കും ഒന്നുമില്ല. ഇല്ലേ? പേജില്ല. മണിക്കൂട്ടൻ നോക്കണം കേട്ടാ. അല്ല, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തോന്ന്? തോണി, എണ്ണ തോണി. ആർക്ക്? നിനക്ക് എന്നടേ? എനിക്കൊരു മൂടില്ല ചെന്ന് കിടക്ക്. മൂടിപ്പോ വരും. ഉപവാസത്തിനല്ല. ഇതിന് ഞാൻ കേസ് പറയാം. സി മണിക്കുട്ട, എനിക്ക് ഒരു ഭരിക്കുന്ന ഒരു ഭർത്താവിനെ അല്ല എനിക്ക് ആവശ്യം. എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെയാണ് എനിക്ക് ലൈഫിൽ ഒരു ആവശ്യമുള്ളത്. ശകുന്തള പോലെ ഇത്ര മഹതിയായിട്ടുള്ള ഒരു യുവതിയെ പരിചയപ്പെടാനും നേരിട്ട് കാണാനും ഒക്കെ ഭാഗ്യമുണ്ടായല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാനങ്ങോട്ട്. അപ്പൊ എന്നോടൊന്ന് ചോദിക്കാനും പറയാനും ഇല്ലേ? അല്ല, പിന്നെ ഈ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴ് പിന്നെ ശകുന്തളയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. ഐ ലൈക്ക് യുവർ ഹ്യൂമൻ സെൻസ്. അപ്പോ എനിക്കൊരു വാക്കുണ്ട്. ഈവനും ആക്കും. അല്ല, പിന്നെ റാം വാക്ക്. യു നോ ഐ ആം എ മോഡേൺ ഓൾസോ. അപ്പോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി കേട്ടോ. സിലി ബോയ്, ബൈ. അളിയന്റെ വരവ് കണ്ട എന്നാ ഉറക്കക്കരി. കുഞ്ഞളിയാ, ഇവന്റെ പേരെന്തോന്നാ? UK-യോ? ഉച്ചക്കട. ഉച്ചക്കട സത്യൻ അല്ലേ? മണിക്കൂട്ട, അതെ വല്ലതും പറയാനോ? ആണെങ്കിൽ നേരിട്ട് സംസാരിക്കാം. ഇത് അവന്റെ വിധി. മക്കളെ വാ, നമുക്ക് ബോംബെ മുട്ടായി തിന്നാം. പെറ്റുമുണ്ടും ബ്ലൗസും ഇട്ട കുലസ്ത്രീയുടെ ഫോട്ടോ കാണിച്ചിട്ട് ആരാടാ എനിക്ക് കൊണ്ടുവന്ന് തന്നത്? അതവര് ഓണത്തിന് ഫോട്ടോ എടുത്ത ആ ഫോട്ടോയാണ് ഞാൻ കാണിച്ചത്. ഫോട്ടോഷൂട്ടിന്റെ. മണിക്കൂട്ട, എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ തല്ലുന്നേ? മണിക്കൂട്ട, പാവോ, അവള് ഫെമിനിസ്റ്റ് ആളിയാ. അവള് വെള്ളം അടിക്കും, സിഗരറ്റ് വലിക്കും. വല്ലപ്പോഴേ ഉള്ളു, വേറെ പ്രശ്നം. എപ്പോഴും ഉള്ളു. ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഫോറിനേഴ്സ് ജപ്പാനിൽ സ്വന്തമായിട്ട് ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ജോലിയുള്ള ജപ്പാനീസ് സ്ത്രീ ജക്കൂസോ സുക്കോ എന്നാണ് പേര്. നോക്കിയാലോ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.